ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻസിഗ്നി ഇംഗ്ലീഷ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു പുതിയൊരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൻ്റെ ഏറ്റവും ബേസിൽ തുടങ്ങി അഡ്വാൻസ്ഡ് വരെയുള്ള ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ് 1 കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ച നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 2 ആണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തത് നമുക്ക് സംസാരിക്കാൻ ആവശ്യമുള്ള കുറച്ച് വേർഡ്സിനെ കുറിച്ചാണ്. ആ വേർഡ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടോക്ക് ചെയ്യാൻ സാധിക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെൻറ്റൻസുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് സെൻറ്റൻസുകളാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ പാസ്റ്റ് സെൻറ്റൻസുകളാണ്. അതായത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടിയുടെ ഒരു ജേണിയാണ്. അതൊരു കുട്ടി എങ്ങനെയാണ് ഇംഗ്ലീഷിന് മാത്രമല്ല കേട്ടോ, ലോകത്തെ ഏത് ഭാഷയും പഠിക്കുന്ന ഒരു രീതിയിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നും അത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പം നമ്മളുടെ വീട്ടിൽ ഒരു കൊച്ചുകുട്ടി എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്ന കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക. ആ കുട്ടിയുടെ അടുത്ത് അമ്മമാർ പ്രത്യേകിച്ച് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അവരുടെ പഠിപ്പുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ അമ്മമാർ ചോദിക്കാം, നീ പഠിച്ചോന്ന് ചോദിക്കും, നീ ഹോംവർക്ക് ചെയ്തോന്ന് ചോദിക്കും, നീ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കും, നീ ഇന്നലെ മറന്നു വെച്ച ബുക്ക് കൊണ്ടുവന്നോന്ന് ചോദിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഇതിനൊക്കെ കുട്ടി ആൻസർ ചെയ്യില്ലേ? അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിലായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം ക്വസ്റ്റ്യൻസിനേക്കാളും കുറച്ചും കൂടി ഈസി ആണ് ആൻസേഴ്സ്. അപ്പോൾ ആൻസേഴ്സ് ആദ്യം പഠിക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് എന്നൊന്നുമില്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ഈസിയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ കുട്ടി അമ്മയുടെ അടുത്ത് പറയാണ്, അമ്മ ഞാൻ പഠിച്ചു. അപ്പോൾ ഞാൻ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഏതാണ് നമുക്കറിയാം, ഐ ആണെന്ന് നമുക്കറിയാം. പഠിച്ചു എന്ന് പറയുമ്പോഴോ സ്റ്റഡീഡ്, ഐ സ്റ്റഡീഡ്. സ്റ്റഡി എന്ന് പറയരുത് കേട്ടോ. സ്റ്റഡി എന്നുള്ളതിൻ്റെ അർത്ഥം പഠിക്കുക എന്നാണ്. സ്റ്റഡീഡാണ് പഠിച്ചു എന്നുള്ള മീനിങ് വരുന്നത്. അപ്പോൾ ഐ സ്റ്റഡീഡ്, ഞാൻ പഠിച്ചു. ഇതിൻ്റെ കൂടെ ആം ഒന്നും വെക്കേണ്ട, ജസ്റ്റ് ഐ സ്റ്റഡീഡ്. നമ്മൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നതൊക്കെ സെക്കൻഡ് ഫോമിലാണ്, ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് ഫോമിലാണ്. അതായത് ഇപ്പോൾ സ്റ്റഡി ഫസ്റ്റ് ഫോം ആണെങ്കിൽ സ്റ്റഡീഡ് സെക്കൻഡ് ഫോം ആണ്. അതിൻ്റെ അർത്ഥം പഠിച്ചു എന്നാണ്. റൈറ്റ് എഴുതുക ഫസ്റ്റ് ഫോം ആണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഫോം റോട്ടാണ്, എഴുതി എന്നാണ്. അത് ഇംഗ്ലീഷിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ മലയാളത്തിൽ ഇതെല്ലാം ഉള്ളതല്ലേ. എഴുതി, എഴുതുക, എഴുതുകയായിരുന്നു, എഴുതും എന്നൊക്കെ പറയുമ്പോൾ ആ ചേഞ്ചസ് വരുമ്പോൾ മീനിങ് മാറുന്നില്ലേ? അതുപോലെ ലോകത്തെ എല്ലാ ഭാഷയിലും മാറുമല്ലോ. അപ്പോൾ ഇംഗ്ലീഷിലും അങ്ങനെയുണ്ട്. ഇനി കുട്ടിക്ക് പറയണത് ഞാൻ ഹോംവർക്ക് ചെയ്തു എന്നാണ്. ഹോംവർക്ക് ചെയ്തു. അപ്പോൾ ചെയ്തു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്, ചെയ്യുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഡു ആണ്. വളരെ ആവശ്യമുള്ള വേർഡാണ് കേട്ടോ, ഡു. അതിൻ്റെ ചെയ്തു എന്നാവുമ്പോൾ അതിൻ്റെ സെക്കൻഡ് ഫോം വരുന്നത് ഡിഡ് ആണ്. അപ്പോൾ ഐ ഡിഡ് മൈ ഹോംവർക്ക്, ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തു. ഐ ഡിഡ്, ഞാൻ ചെയ്തു. എന്താ ചെയ്തത്? എൻ്റെ ഹോംവർക്ക്. ഐ ഡിഡ് മൈ ഹോംവർക്ക്, ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തു. ഇപ്പോൾ കുട്ടി പറയുകയാണ്, അമ്മ ഞാൻ പാല് കുടിച്ചു. അപ്പോൾ കുടിച്ചു എന്നുള്ളതാണ് അവിടുത്തെ വെർബ്. കുടിക്കുക ഡ്രിങ്ക് ആണ്. അപ്പോൾ കുടിച്ചു എന്നുള്ളതിനോ ഡ്രാങ്ക്, ഐ ഡ്രാങ്ക്. ഇപ്പോൾ ഒരു ഗ്ലാസ് മിൽക്ക് കുടിച്ചു വെച്ചാൽ ആ കുട്ടിക്ക് അത് ആഡ് ചെയ്യാം, ഐ ഡ്രാങ്ക് എ ഗ്ലാസ് ഓഫ് മിൽക്ക്. ഒരു ഗ്ലാസ് പാല് ഞാൻ കുടിച്ചു. കുട്ടിക്ക് പറയേണ്ടത് ഞാൻ ആ പോയം വായിച്ചു കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ആ സ്റ്റോറി വായിച്ചു. അമ്മ ഞാൻ സ്റ്റോറി വായിച്ചു. വായിച്ചു എന്നുള്ളതിന് ഇംഗ്ലീഷ് വേർഡ് വായിക്കുക എന്നുള്ളതിന് റീഡാണ്. വായിച്ചു എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ റീഡ് എന്നുള്ള സ്പെല്ലിംഗ് തന്നെയൊക്കെ എടുക്കുന്നത്, READ തന്നെയൊക്കെ എടുക്കുന്നത്. പക്ഷേ അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് റെഡ് ആണ്. അപ്പോൾ ഐ റെഡ് എ സ്റ്റോറി, ഞാൻ ഒരു കഥ വായിച്ചു എന്നുള്ളത് പറഞ്ഞു. ഇനി കുട്ടി പറയാണ്, അമ്മ ഞാൻ അസൈൻമെൻറ്റ് എഴുതിയിട്ടോ എന്ന് പറയാണ്. അസൈൻമെൻറ്റ് എഴുതി എന്നുള്ളതിന് റോട്ടാണ്. ഐ റോട്ട് മൈ അസൈൻമെൻറ്റ്, ഞാൻ എൻ്റെ അസൈൻമെൻറ്റ് എഴുതി. അമ്മയുടെ അടുത്ത് കുട്ടി പറയാണ്, അമ്മ ഇന്നലെ ഞാൻ മറന്നു വെച്ച ബുക്ക് ഇന്ന് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ബുക്ക് കൊണ്ടുവന്നു എന്ന് പറയണം. ഞാൻ ബുക്ക് കൊണ്ടുവന്നു. കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്, കൊണ്ടുവരിക എന്നുള്ളത് ബ്രിങ് ആണ്. അപ്പോൾ കൊണ്ടുവന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ബ്രോട്ടാണ് വെക്കേണ്ടത് കേട്ടോ, ബ്രോട്ട്. ഐ ബ്രോട്ട് മൈ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവന്നു വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയാം. ഐ ബ്രോട്ട് മൈ ടെക്സ്റ്റ് ബുക്ക്, ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവന്നു. ഇതൊക്കെയാണ് കുട്ടികൾ പൊതുവേ പറയുക. അതായത് പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് അമ്മമാർക്ക് ഇതൊക്കെ തന്നെയാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ചോദിക്കാൻ നീ ട്യൂഷന് പോയോ എന്ന് ചോദിക്കണം. അപ്പോൾ കുട്ടി പറയണം, ആ അമ്മ ഞാൻ ഇന്ന് ട്യൂഷന് പോയിട്ടോ. അപ്പോൾ അമ്മ ജോലിക്ക് പോകുന്ന അമ്മയാണെങ്കിൽ വന്നപ്പോൾ ചോദിക്കുകയാണ് പോയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പോയി എന്ന് പറയാണ്. അപ്പോൾ കുട്ടിക്ക് പറയേണ്ടത് ഞാൻ പോയി
എന്നുള്ളതാണ്. ഞാൻ എന്നുള്ളതിന് ഐ, പോകുക എന്നുള്ളത് ഗോയാണ്. ഗോ വെച്ചിട്ട് കാര്യമില്ല, കാരണം പോയി എന്ന് പറയണ്ടേ. അപ്പോൾ പോയി എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് വെൻറ്റ്. നമുക്കറിയാം ഗോ ഫസ്റ്റ് ഫോം ആണ്, വെൻറ്റ് സെക്കൻഡ് ഫോം ആണ്, ഗോൺ തേർഡ് ഫോം ആണ്. നമുക്കപ്പോൾ ആവശ്യമുള്ളത് സെക്കൻഡ് ഫോം അല്ലേ. ഐ വെൻറ്റ്, ഞാൻ പോയി. ഐ ഗോൺ എന്നൊന്നും പറയരുത് കേട്ടോ, തെറ്റാണ്. ഐ വെൻറ്റ് എന്ന് തന്നെ പറയണം, ഞാൻ പോയി. സ്കൂളിലേക്ക് പോയി എന്ന് പറയണ്ടെങ്കിലോ ഐ വെൻറ്റ് ടു സ്കൂൾ. ടു വെക്കണം കേട്ടോ. നമുക്ക് വേണ്ടത് ലേക്ക് എന്ന് വേണ്ടേ, അപ്പോൾ സ്കൂളിലേക്ക് എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ടു കൊടുത്തത്. ഐ വെൻറ്റ് ടു സ്കൂൾ. ഇപ്പോൾ എനിക്ക് പറയേണ്ടത് ഞാൻ എറണാകുളത്തേക്ക് പോയി എന്നാണ്. ഐ വെൻറ്റ് ടു എറണാകുളം. എറണാകുളത്തിലേക്ക് പോയി. നമുക്കറിയാം ലേക്ക്, ഒരു സ്ഥലത്തിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ ടു ആ കൊടുക്കുക നമുക്കറിയാമല്ലോ. ലെറ്റേഴ്സൊക്കെ എഴുതുമ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഫ്രമ്മും അപ്പുറത്തെ സൈഡിൽ നമ്മൾ ടൂവും കൊടുക്കും. അപ്പോൾ ഫ്രം എന്ന് വെച്ചാൽ നിന്ന് എന്നർത്ഥം. ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രം നിന്ന് ടൂലേക്ക്. അപ്പോൾ നമുക്കിവിടെ പറയണ്ടേ എറണാകുളത്തേക്ക് എന്ന് പറയുമ്പോൾ ടു എറണാകുളം വെക്കണമല്ലോ. ഇതാണ് നമ്മൾ പൊതുവെ നമ്മളുടെ അടുത്ത്, അമ്മമാരുടെ അടുത്ത് കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ. ഇനി അമ്മമാർക്കും പല കാര്യങ്ങളും കുട്ടികളുടെ അടുത്ത് പറയേണ്ടി വരും. കുട്ടികൾ ചോദിക്കുകയാണ്, അമ്മ എനിക്ക് ഇന്നത് ഉണ്ടാക്കി തന്നോ, എന്തെങ്കിലും ഒരു സാധനം. ഇപ്പോൾ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് കുട്ടി ചോദിക്കുകയാണ്, അമ്മ കേക്ക് ഉണ്ടാക്കിയോ? അപ്പോൾ അമ്മ പറയാണ്, ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കേക്ക് ആയതുകൊണ്ട് നമ്മൾ ബേക്കാണ് ചെയ്യുന്നത്. ഐ ബേക്ക്ഡ് എ കേക്ക്. ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കി. ഞാൻ എന്നുള്ളതിനായി ബേക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ സെക്കൻഡ് ഫോമാണ് ബേക്ക്ഡ്. ഒരു കേക്കല്ലേ ഉണ്ടാക്കിയത്, അതുകൊണ്ട് എ വയ്ക്കുക. എ കേക്ക്. വൺ എന്ന് പറയണ്ട, എ പറഞ്ഞാൽ മതി. എ ആണ് കറക്റ്റ്. ഒരു എന്നുള്ളതിന് എ. ഐ ബേക്ക്ഡ് എ കേക്ക്. ഞാൻ കേക്ക് ഉണ്ടാക്കി. ഇനി അമ്മയ്ക്ക് പറയേണ്ടത് ഞാൻ ചായ ഉണ്ടാക്കി എന്നാണ്. അപ്പോൾ ഐ ഉണ്ടാക്കി എന്നുള്ളതിന് ഇവിടെ മെയ്ക്കാണ് യൂസ് ചെയ്യേണ്ടത്. ചായയൊക്കെ ഉണ്ടാക്കുന്നതിന് മെയ്ക്ക് എന്നുള്ളതിൻ്റെ സെക്കൻഡ് ഫോം ആയിട്ടുള്ള മെയ്ഡാണ് വെക്കേണ്ടത് കേട്ടോ. ഐ മെയ്ഡ് സം ടീ. ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കി. സം വയ്ക്കുന്നത് കുറച്ച് എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനെക്കുറിച്ച് എന്തുകൊണ്ട് സം വെച്ചു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. ഇനി ഇപ്പോൾ അമ്മയ്ക്ക് പറയണം ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയണം. ഐ കുക്ക്ഡ് ബിരിയാണി. ഞാൻ ബിരിയാണി ഉണ്ടാക്കി. ഇനിയിപ്പോൾ അമ്മമാർ കുട്ടികളുടെ അടുത്ത് പറയാണ്, ഞാൻ ഡ്രസ്സ് കഴുകിയിട്ടുണ്ട് കേട്ടോ. കുട്ടി ചോദിക്കാം, അമ്മ എൻ്റെ ഡ്രസ്സ് കഴുകിയോ? അപ്പോൾ അമ്മ പറയാണ്, ആ നിൻ്റെ ഡ്രസ്സ് ഞാൻ കഴുകിയിട്ടുണ്ട്. ഐ വാഷ്ഡ് യുവർ റെഡ് ഷർട്ട്. ഐ എന്നുള്ളത് ഞാൻ, വാഷ്ഡ് കഴുകി. എന്താ കഴുകിയത്? യുവർ നിൻ്റെ റെഡ് ഷർട്ട്. ഐ വാഷ്ഡ് യുവർ റെഡ് ഷർട്ട്. ഞാൻ നിൻ്റെ റെഡ് ഷർട്ട് കഴുകിയിട്ടുണ്ട്. ഇനി അമ്മ അത് അയൺ ചെയ്തോന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്താ പറയുക? ആ ഞാൻ അയൺ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നുള്ളതിന് ഐ അയൺഡ് യുവർ ഷർട്ട്. ഞാൻ നിൻ്റെ ഷർട്ട് അയൺ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയല്ലേ അമ്മമാർ പറയാം. ഇനിയിപ്പോൾ അമ്മമാർ അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കില്ലേ, നിങ്ങളത് വാങ്ങിച്ചുകൊണ്ടെന്നോ, അല്ലെങ്കിൽ ചേട്ടാ നിങ്ങൾ ഇത് ചെയ്തോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ ഒരു സാധനം വാങ്ങിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു, പച്ചക്കറിയാണ് വാങ്ങിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നത്. കാലത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ ചോദിക്കുകയാണ്, ക്യാരറ്റ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാരറ്റ് വാങ്ങിച്ചോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ ഞാൻ ക്യാരറ്റ് വാങ്ങിച്ചു എന്ന് പറയണം. ഞാൻ എന്നുള്ളതിന് ഐ, വാങ്ങിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ബൈ അല്ലേ. ബൈയുടെ സെക്കൻഡ് ഫോം എന്താണ്? ബോട്ട്. ഐ ബോട്ട് ക്യാരറ്റ്സ്. ഞാൻ ക്യാരറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആണെങ്കിലോ, ഐ ബോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാബേജ്. ഐ ബോട്ട് ക്യാബേജ്. ഞാൻ ക്യാബേജ് വാങ്ങിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറയാം. ഇനിയിപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ആ ഞാൻ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചു. അപ്പോൾ പേ അല്ലേ അടയ്ക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഗൂഗിൾ പേ എന്നുള്ളത് അറിയാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച വാക്കുകളിലൂടെയാണ് പോകുന്നത് കേട്ടോ. പേ എന്നുള്ളതിൻ്റെ സെക്കൻഡ് ഫോം ആണ് പെയ്ഡ്. ഐ പെയ്ഡ് ഇലക്ട്രിസിറ്റി ബിൽ. പേ എന്ന് വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. പേ പണം നൽകുക എന്നേ ഉള്ളൂ. നൽകി എന്ന് പറയുമ്പോൾ പെയ്ഡ് വെക്കണം. ഐ പെയ്ഡ് ഇലക്ട്രിസിറ്റി ബിൽ. പിന്നെ നമുക്ക് കുറേ സെൻറ്റൻസുകൾ ഓഫീസിൽ യൂസ് ചെയ്യേണ്ടി വരും. അതായത് ഞാൻ മെയിൽ അയച്ചു, അല്ലെങ്കിൽ ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ കസ്റ്റമറിൻ്റെ അടുത്ത് സംസാരിച്ചു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടി വരില്ലേ? നമുക്കതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് പറയേണ്ടത്, ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, ആ മെയിൽ അയച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, ആ ഞാൻ മെയിൽ അയച്ചു. അപ്പോൾ ഐ സെൻറ്റ് മെയിൽ.
ഐ സെൻറ്റ് എ മെയിൽ, ഞാൻ ഒരു മെയിൽ അയച്ചു. അല്ലെങ്കിൽ എനിക്ക് പറയേണ്ടത് ഞാൻ ആ മെയിൽ അയച്ചു എന്നാണെങ്കിൽ ഐ സെൻറ്റ് ദാറ്റ് മെയിൽ, ഞാൻ ആ മെയിൽ അയച്ചു, ഞാൻ ആ ഇമെയിലാണ് അയച്ചത് കേട്ടോ. നമുക്ക് പറയേണ്ടത് ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയണം. ഐ കംപ്ലീറ്റഡ്, ഇടി വെക്കണമല്ലോ, കംപ്ലീറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, കംപ്ലീറ്റഡ്. ഇതിൻ്റെ ഇടയിലൊന്നും ആം വെക്കരുത് കേട്ടോ, ആമൊക്കെ തെറ്റാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ ഒരിക്കലും ആം വരില്ല. അപ്പോൾ നമുക്ക് പറയേണ്ടത് ഐ കംപ്ലീറ്റഡ് മൈ വർക്ക്, ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാണ്. ഞാൻ കസ്റ്റമറിൻ്റെ അടുത്ത് സംസാരിച്ചു എന്ന് പറയണം. ഐ ടോക്ക്ഡ് ടു ദ കസ്റ്റമർ, ഞാൻ കസ്റ്റമറിൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ അവരെ അറിയിച്ചു എന്നെനിക്ക് പറയണം. ഐ ഇൻഫോംഡ് ദം, ഞാൻ അവരെ അറിയിച്ചു. നമുക്ക് പറയേണ്ടത് ഞാൻ ആ പ്രൊഡക്റ്റ് വിറ്റു കേട്ടോ, ഞാനത് വിറ്റിട്ടുണ്ട് എന്ന് നമുക്കൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് വിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളത് വിറ്റു. അപ്പോൾ എനിക്ക് പറയണം ഐ സോൾഡ് ദാറ്റ് പ്രൊഡക്റ്റ്, ഞാൻ ആ പ്രൊഡക്റ്റ് വിറ്റു. ഇനി എനിക്ക് പറയേണ്ടത് ഞാൻ ആ ഓഫീസ് സ്റ്റേഷനറി വാങ്ങിച്ചു എന്ന് പറയണം. ഓഫീസ് സ്റ്റേഷനറീസ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാങ്ങിച്ചു എന്ന് പറയാണ്. ഐ ബോട്ട് ഓഫീസ് സ്റ്റേഷനറീസ്, ഓഫീസ് സ്റ്റേഷനറീസ് ഞാൻ അത് വാങ്ങിച്ചു. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ഐ അറ്റൻഡഡ് ദാറ്റ് മീറ്റിംഗ്, ഞാൻ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ഞാൻ അവിടേക്ക് പോയി എന്നാണെങ്കിലോ ഐ വെൻറ്റ് ദെയർ, ഞാൻ അവിടേക്ക് പോയി. ഓഫീസിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ പോയി എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ആ വർക്ക് അവസാനിപ്പിച്ചു എന്നാണ് പറയണ്ടെങ്കിലോ ഐ ഫിനിഷ്ഡ് ദാറ്റ് വർക്ക്, ഞാൻ ആ വർക്ക് അവസാനിപ്പിച്ചു. ഞാൻ അതെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഐ പ്രിപ്പയർഡ് എവറിത്തിങ്, ഞാനെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയണമെങ്കിലോ ഐ അറേഞ്ച്ഡ് എവറിത്തിങ്, ഞാനെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ചെറിയ സെൻറ്റൻസുകളായിരുന്നു. ഇത്രയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ, കാരണം നമുക്കിത് എപ്പോഴും ആവശ്യം വരുന്നതാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നെഗറ്റീവ്സും നമ്മൾ പഠിച്ചിട്ടില്ല, അതും അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ.